നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയുടെ പ്രതിനിധിയായി വി അബ്ദുറഹ്മാൻ മന്ത്രിസഭയിലേക്ക്. താനൂർ മണ്ഡലത്തിൽ നിന്നും രണ്ടാം തവണയും ചരിത്ര വിജയം നേടിയാണ് വി അബ്ദുറഹ്മാൻ നിയമസഭയിലേക്ക് എത്തുന്നത്. താനൂരിന് ഇത് ചരിത്ര നിമിഷം. അർഹതയ്ക്കുള്ള അംഗീകാരമാണ് ഇടതുപക്ഷം നൽകിയതെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം EJ. സംസ്ഥാനത്ത് രോഗികളെക്കാൾ കൂടുതൽ രോഗമുക്തർ. കോവിഡ് പ്രതിദിന കണക്കിൽ നേരിയ വർധന. 31,337 പേർക്ക് രോഗം. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 1,34,553 സാമ്പിളുകൾ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 23.29%. ജില്ലയിൽ 4,320 പുതിയ രോഗികൾ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 32.23%. PK അബ്ദുറബ്ബിനെതിരെ നടപടി ആവശ്യപ്പെട്ട യൂത്ത് ലീഗ് രംഗത്ത്. പാർട്ടിക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ച അബ്ദുറബ്ബിനെതിരെ അച്ചടക്ക നടപടി വേണമെന്ന ആവശ്യം. തിരുവങ്ങാടി മണ്ഡലം കമ്മിറ്റി PMA സലാമിന് കത്തയച്ചു. ട്രിപ്പിൾ പൂട്ടിൽ പരിശോധന കർശനമാക്കി പോലീസ്. താനൂർ DYSP MI ഷാജിയുടെ നേതൃത്വത്തിൽ താനൂരിൽ വാഹന പരിശോധന നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. മലപ്പുറം ജില്ലയുടെ പ്രതിനിധിയായി വി അബ്ദുറഹ്മാൻ മന്ത്രിസഭയിലേക്ക്. താനൂർ മണ്ഡലത്തിൽ നിന്നും രണ്ടാം തവണയും ചരിത്ര വിജയം നേടിയാണ് വി അബ്ദുറഹ്മാൻ നിയമസഭയിലെത്തുന്നത്. താനൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും ചരിത്ര വിജയം നേടിയ വി അബ്ദുറഹ്മാൻ ജില്ലയുടെ പ്രതിനിധിയായി മന്ത്രിസഭയിലേക്ക്. ലീഗിന്റെ ഉറച്ച കോട്ടയായ താനൂർ മണ്ഡലത്തിൽ നിന്നാണ് രണ്ടാം തവണയും ചരിത്ര വിജയം നേടിയത്. 2016 ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തെത്തുന്നത്. മൂന്നാം തവണയും മത്സരത്തിനിറങ്ങിയ മുസ്ലിം ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ എടത്താണിയെ പരാജയപ്പെടുത്തിയാണ് കന്നിയംഗത്തിൽ വിജയക്കൊടി പാറിച്ചത്. മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന നേട്ടങ്ങൾ വലിയ ചർച്ചയായതോടെയാണ് രണ്ടാം തവണയും പാർട്ടി വീണ്ടും വി അബ്ദുറഹ്മാനെ തന്നെ പരിഗണിച്ചത്. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിനെ പരാജയപ്പെടുത്തിയാണ് വി അബ്ദുറഹ്മാൻ ചരിത്ര വിജയം നേടിയത്. തിരൂർ പൊറൂർ സ്വദേശിയായ അബ്ദുറഹ്മാൻ മുൻ KPCC അംഗമായിരുന്നു. കോൺഗ്രസ് കൗൺസിലറായി വിജയിച്ച് തിരൂർ നഗരസഭ വൈസ് ചെയർമാൻ സ്ഥാനവും വഹിച്ചിട്ടുണ്ട്. ലീഗിന്റെ എക്കാലത്തെയും ഉറച്ച കോട്ടയായ താനൂരിൽ നിന്നുള്ള രണ്ടാം ജയം വി അബ്ദുറഹ്മാൻ എത്തിച്ചത് മന്ത്രിസ്ഥാനത്തേക്ക്. ജില്ലയുടെ പ്രതിനിധിയായി വി അബ്ദുറഹ്മാൻ ചുമതലയേൽക്കുന്നതോടെ താനൂരിന് ഇത് പുതുചരിത്രമാകും. യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിനെ പരാജയപ്പെടുത്തിയാണ് രണ്ടാം തവണ താനൂരിൽ നിന്നും ചരിത്ര വിജയം നേടിയത്. താനൂരിന്റെ വികസനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ കേരള സംസ്ഥാനത്തിന്റെ ഭരണ കേന്ദ്രത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിക്കൊണ്ട് തന്നെ വീണ്ടും അധികാരത്തിൽ വരും. അവിടെ ഒരു വോട്ട് ചെയ്യാൻ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി താനൂരിൽ നിന്നും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തിരിച്ചു വരുമെന്ന് നിങ്ങൾ ഓർത്തോ? മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടയായ താനൂർ മണ്ഡലത്തിൽ നിന്നും രണ്ടാം തവണ നേടിയ ചരിത്ര നേട്ടം വി അബ്ദുറഹ്മാൻ എത്തിച്ചത് മന്ത്രിസ്ഥാനത്തേക്ക്. 20-ന് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ വി അബ്ദുറഹ്മാൻ അംഗമാവുന്നതോടെ താനൂരിന് അതൊരു പുതിയ ചരിത്രമാകും. മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാക്കളെയെല്ലാം വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ച് മാത്രം ശീലമുള്ള താനൂർ 2016 കാറ്റ് മാറി വീശിയത്. ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച വി അബ്ദുറഹ്മാൻ എടത്താണിയെ 4,918 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ചരിത്ര വിജയം നേടിയത്. 2014 കോൺഗ്രസ് വിട്ട് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലാണ് വി അബ്ദുറഹ്മാൻ ആദ്യം മത്സരിച്ചത്. ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിന് ലീഗ് വിജയിച്ചിരുന്ന മണ്ഡലത്തിൽ വെറും 25,000 വോട്ടിനാണ് അന്ന് വി അബ്ദുറഹ്മാൻ പരാജയപ്പെട്ടത്. തുടർന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചത്. താനൂരിന്റെ മുഖച്ഛായ മാറ്റിയ നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ അനുകൂലമായി വിധിയെഴുതി. കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളും എന്നും ജനങ്ങളോടൊപ്പം നിന്ന പ്രവർത്തന ശൈലിയുമാണ് ഈ വിജയത്തിന് കാരണമായത്. തിരൂർ പൊറൂർ വെള്ളേക്കാട്ട് മുഹമ്മദ് ഹംസയുടെയും ഖദീജയുടെയും മകനാണ്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിച്ചു. KSUവിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തെത്തിയത്. ബാലജന സഖ്യത്തിലും സജീവ പങ്കാളിയായിരുന്നു. തിരൂർ നഗരസഭാംഗമായിരുന്ന അദ്ദേഹം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും വൈസ് ചെയർമാനായും പ്രവർത്തിച്ചു. സാജിദയാണ് ഭാര്യ. അഹമ്മദ് അമൻ സഞ്ജിദ്, റിസ്വാന ഷെറിൻ, നിഹാല നവൽ എന്നിവർ മക്കളാണ്. താനൂരിന് ഇത് ചരിത്ര നിമിഷം. അർഹതയ്ക്കുള്ള അംഗീകാരമാണ് ഇടതുപക്ഷം നൽകിയതെന്നും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമെന്നും ഏറ്റവും ആഹ്ലാദകരമായ മുഹൂർത്തം തന്നെയാണ് ഇതെന്നും CPM ജില്ലാ സെക്രട്ടറി അംഗം EJ പ്രതികരിച്ചു. താനൂരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര നിമിഷമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരികയും തുടർച്ചയായി രണ്ടാം തവണ താനൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുള്ള താനൂരിൻ്റെ പ്രിയപ്പെട്ട MLA വി അബ്ദുറഹ്മാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷക്കാലം താനൂരിലെ ജനതയ്ക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, നാട്ടിൻ്റെ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്.
അതുള്ള ഒരു അർഹതയ്ക്കുള്ള അംഗീകാരം തന്നെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും CPIM ഈ മന്ത്രിപദത്തിലൂടെ നമ്മുടെ നാടിന് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് താനൂരിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഏറ്റവും ആഹ്ലാദകരമായ ഒരു മുഹൂർത്തം തന്നെയാണ് ഇന്നത്തെ ഈ ദിവസം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്കൊപ്പം നിന്ന് വരുന്ന 5 വർഷക്കാലം ഒരു മന്ത്രി എന്ന നിലയിൽ റഹ്മാൻക കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള പോലെ അതിൽ കൂടുതൽ നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ നാട്ടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാന ക്യാബിനറ്റിൽ ഇടപെടാനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ മികച്ച ഒരു താനൂരാക്കി താനൂരിനെ മാറ്റാനും താനൂരിൻ്റെ മാത്രം കാര്യം നോക്കിയാൽ പോരാ. ഒരു മന്ത്രി എന്ന നിലയിൽ, ജില്ലയിൽ നിന്നുള്ള മന്ത്രി എന്ന നിലയിൽ ജില്ലയിലെ കാര്യങ്ങൾ നോക്കണം. സംസ്ഥാന വൈഡായിട്ടുള്ള അദ്ദേഹത്തിന് ഏത് വകുപ്പ് കിട്ടുമെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നോക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പ്രത്യേക പരിഗണന താനൂരിന് കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളെല്ലാവരും പാർട്ടി പ്രവർത്തകരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ റഹ്മാൻഖാനെ സഹായിച്ചിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേതല്ലാത്ത മുസ്ലിം ലീഗിനകത്തുള്ള ആളുകളുണ്ട്, കോൺഗ്രസിനകത്തുള്ള ആളുകളുണ്ട്, ഇതൊന്നുമല്ലാതെ നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ തന്നെ വലിയ ആഹ്ലാദം. നമ്മൾ ഈ വിവരം പുറത്തു വന്നതോടുകൂടി നമുക്കൊക്കെ തന്നെ വരുന്ന വാർത്തകളും അതേപോലെ തന്നെ നമ്മൾ വിളിക്കുന്നതും അത്തരത്തിൽ നിഷ്പക്ഷമതികളായ ഒട്ടേറെ ആളുകളാണ്. ട്രിപ്പിൾ പൂട്ടിൽ പരിശോധന കർശനമാക്കി പോലീസ്. താനൂർ DYSP MY ഷാജിയുടെ നേതൃത്വത്തിൽ താനൂരിൽ വാഹന പരിശോധന നടത്തി. മാനദണ്ഡം ലംഘിച്ച് സർവീസ് നടത്തിയ 64 വാഹനങ്ങൾക്കെതിരെ പിഴ ചുമത്തി. ക്വാറന്റൈൻ ലംഘിച്ച സംഭവത്തിൽ 11 പേർക്കെതിരെ കേസെടുത്തു. കോവിഡ് അതിവ്യാപന സാഹചര്യത്തിൽ ജില്ലയിൽ ഏർപ്പെടുത്തിയ ട്രിപ്പിൾ ലോക്ക്ഡൌണിന്റെ ഭാഗമായി പോലീസ് പരിശോധന കർശനമാക്കി. താനൂർ DYSP MY ഷാജിയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി. താനൂരിൽ 17 ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് വാഹന പരിശോധന നടത്തുന്നത്. മാനദണ്ഡം ലംഘിച്ച 64 വാഹനങ്ങൾക്കെതിരെ പിഴ ചുമത്തി. 5 പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചതിന് 11 പേർക്കെതിരെയാണ് കേസെടുത്തതെന്ന് DYSP ഷാജി പറഞ്ഞു. ട്രിപ്പിൾ ലോക്ക്ഡൌണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ താനൂർ സബ് ഡിവിഷനിൽ 17 സ്ഥലങ്ങളിലാണ് വാഹന പരിശോധന നടത്തുന്നത്. നമ്മുടെ സബ് ഡിവിഷനിൽ കോഴിക്കോട് നിന്ന് മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന 2 എൻട്രി പോയിന്റ് ഉണ്ട്. ഒന്ന് കടലുണ്ടി പാലം വഴിയും ഒന്ന് കോട്ടക്കടവ് പാലം വഴിയും. കടലുണ്ടി പാലം പഞ്ചായത്തുകാരുമായിട്ട് ചേർന്നിട്ട് അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോട്ടക്കടവ് പാലം വഴി മാത്രമേ വാഹനങ്ങൾ ജില്ലയിലേക്ക് കടത്തി വിടുന്നുള്ളൂ. അത് ജില്ലാ കളക്ടറുടെ ഇത് പ്രകാരമുള്ള നിർദ്ദേശമനുസരിച്ച് വരുന്ന വാഹനങ്ങൾ മാത്രമേ ഇങ്ങോട്ടേക്ക് എൻട്രി അനുവദിക്കാറുള്ളൂ. ബാക്കി എല്ലാ വാഹനങ്ങളും അവിടെ തടഞ്ഞ് തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ 64 വാഹനങ്ങൾ, ഈ മാനദണ്ഡങ്ങൾ ലംഘിച്ച് യാത്ര ചെയ്ത 64 വാഹനങ്ങൾ നമ്മൾ ഇന്നലെ സീസ് ചെയ്തിട്ടുണ്ട്. അത് ഫൈൻ ചെയ്തിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട്. ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്. തുടർന്നും ഇത്തരത്തിൽ സഹകരിക്കണമെന്നും പോലീസ് പരിശോധന കർശനമാക്കിയിട്ടുണ്ടെന്നും നിയമലംഘനം നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഷാജി പറഞ്ഞു. 11 കേസ് ഇന്നലെ 5 സ്റ്റേഷനുകളിലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആൾക്കാർ അത് ലംഘിച്ചതിനൊരു കേസും, അല്ലാതെയുള്ള ഈ പൊതുസ്ഥലങ്ങളിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കൂടിയുന്നതിന് അനാവശ്യമായിട്ട് പുറത്തിറങ്ങിയതിന് ഉൾപ്പെടെ 11 കേസ് ഇന്നലെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പൊതുവിൽ ജനങ്ങൾ ഇതുമായിട്ട് സഹകരിക്കുന്നുണ്ട്. എന്നാലും ചില അറിവില്ലായ്മകൾ അവരുടെ ശ്രദ്ധയിലുണ്ട്. റേഷൻ കാർഡുമായിട്ട് ഇറങ്ങാൻ റേഷൻ കാർഡിലെ ഒറ്റ നമ്പരുകാർക്കാണ് ഇന്നലെയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ അവർ റേഷൻ കാർഡ് കയ്യിൽ വയ്ക്കും. ആ കാർഡിൻ്റെ അവസാനത്തെ നമ്പർ ഒറ്റ നമ്പരാണോ എട്ട് നമ്പരാണോ എന്ന് അവർ നോക്കാറില്ല. റേഷൻ കാർഡ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അത് മാത്രം മനസ്സിലാക്കിയിട്ട് കാർഡ് മാത്രം എടുത്ത് ഇറങ്ങുന്നുണ്ട്. പക്ഷേ അത് മാത്രം വെച്ചിട്ട് നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. കാർഡും കൊണ്ട് ഇറങ്ങുന്നവർ ആ കാർഡിൽ നമ്പറിൻ്റെ അവസാനത്തിൽ ഒറ്റ നമ്പരാണോ ഇരട്ട നമ്പരാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഒറ്റ നമ്പരുകാർക്ക് അനുവദിച്ചിട്ടുള്ള തിങ്കളും ബുധനും വെള്ളിയും ആ ദിവസങ്ങളിൽ ഒറ്റ നമ്പരുകാർക്ക് ഇറങ്ങാം. ചൊവ്വയും വ്യാഴവും ശനിയും ദിവസങ്ങളിൽ ഇരട്ട നമ്പരുകാർക്ക് ഇറങ്ങാം. ഇന്ന് ഇരട്ട നമ്പരുകാർ ഇറങ്ങേണ്ട ദിവസമാണ്. ഇന്നും 1-2 പേരെ ഒറ്റ നമ്പറുള്ള റേഷൻ കാർഡായിട്ട് ഇറങ്ങിയ ആൾക്കാരെ 1-2 പേരെ ഇന്നും ചലഞ്ച് ചെയ്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പൊതുജനങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കണം. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് തുടർച്ചയായ 2ാം ദിവസവും രോഗികളെക്കാൾ രോഗമുക്തർ വർദ്ധിച്ചു. 31,337 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിനിടെ 1,34,553 സാമ്പിളുകളാണ് പരിശോധിച്ചത്.
സംസ്ഥാനത്ത് ഇന്ന് 31,337 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറം 4,320, എറണാകുളം 3,517, തിരുവനന്തപുരം 3,355, കൊല്ലം 3,323, പാലക്കാട് 3,105, കോഴിക്കോട് 2,474, ആലപ്പുഴ 2,353, തൃശൂർ 2,312, കോട്ടയം 1,855, കണ്ണൂർ 1,374, പത്തനംതിട്ട 1,149, ഇടുക്കി 830, കാസർഗോഡ് 739, വയനാട് 631 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,34,553 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 23.29 ആണ്. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. ആകെ 11 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 97 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 6,612 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 150 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 28,921 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 2,157 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 109 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 45,926 പേർ രോഗമുക്തി നേടി. 5,225 പേരെയാണ് പുതുതായി സംസ്ഥാനത്ത് നിന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് 3 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ഒരു പ്രദേശത്തെയും ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല. നിലവിൽ ആകെ 856 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ജില്ലയിൽ വീണ്ടും രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചു. 4,320 പേർക്കാണ് പുതുതായി രോഗബാധയുണ്ടായത്. 4,149 പേർ സമ്പർക്ക രോഗികളാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 32.23%. 4,460 പേർ രോഗമുക്തരായത് ആശ്വാസം പകരുന്നു. ആകെ മരണസംഖ്യ 763 ആയി. ജില്ലയിൽ ഇന്ന് 4,320 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 32.23% ജില്ലയിലെ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോവിഡ് രോഗബാധിതരുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 4,149 പേർക്കും 125 പേർക്കും ഉറവിടമറിയാതെയുമാണ് രോഗബാധയുണ്ടായത്. കൂടാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജില്ലയിലെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിലെത്തിയ 45 പേർക്കും ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 68,002 പേരാണ് ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 51,044 പേർ വിവിധ കേന്ദ്രങ്ങളിലായി ചികിത്സയിലുണ്ട്. 4,460 പേരാണ് ജില്ലയിൽ കോവിഡ് മുക്തി നേടിയത്. ഇതോടെ ജില്ലയിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണം 1,90,126 ആയി. ജില്ലയിൽ ഇതുവരെ 763 പേരാണ് കോവിഡ് ബാധിതരായി മരണത്തിന് കീഴടങ്ങിയത്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കാൻ അനുമതി. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ മാർഗരേഖ പുറത്തിറക്കി. സംസ്കാരം ബന്ധുക്കളുടെ മതാചാരത്തിനും വിശ്വാസത്തിനും അനുസരിച്ചായിരിക്കണമെന്നും മാർഗരേഖ നിർദ്ദേശിക്കുന്നു. ആശുപത്രി വാർഡിൽ നിന്നും മാറ്റുന്നതിന് മുമ്പ് ബന്ധുക്കൾക്ക് കാണാനും അനുമതിയുണ്ട്. കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഉറ്റവരുടെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാൻ സാധിക്കാത്ത തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. ഇതിനാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത്. രോഗിയുടെ മൃതദേഹം ബന്ധുക്കളുടെ മതവിശ്വാസത്തിനും ആചാരങ്ങൾക്കും അനുസരിച്ചായിരിക്കണം സംസ്കരിക്കേണ്ടതെന്ന് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ പുതിയ മാർഗരേഖ നിർദ്ദേശിക്കുന്നു. കോവിഡ് ബാധയുള്ള വ്യക്തി വീട്ടിൽ വെച്ചാണ് മരണപ്പെടുന്നതെങ്കിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിയെയും ആരോഗ്യ പ്രവർത്തകരെയും വിവരമറിയിക്കണം. ആശുപത്രിയിൽ മരിച്ചാൽ അവിടെ നൽകിയ മേൽവിലാസം ഉൾപ്പെടുന്ന തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്കാണ് മൃതദേഹം കൈമാറുക. ബന്ധുക്കൾ ആ തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് അപേക്ഷ നൽകിയാൽ സംസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കും. സെക്രട്ടറി നൽകുന്ന കത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കൾക്കും മൃതദേഹം വിട്ടുകൊടുക്കും. ശവസംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനും തദ്ദേശ സ്ഥാപന അധികൃതർ സഹായിക്കും. ആശുപത്രി വാർഡിൽ നിന്ന് മൃതദേഹം മാറ്റും മുമ്പ് ബന്ധുക്കൾക്ക് സുരക്ഷാ മുൻകരുതലുകളോടെ കാണാനും അനുവാദമുണ്ട്. കോവിഡ് സ്ഥിരീകരിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ സാമ്പിൾ ശേഖരിക്കും. പരിശോധനാ ഫലത്തിന് കാക്കാതെ തന്നെ മൃതദേഹം വിട്ടു നൽകും. കോവിഡ് സംശയിക്കുന്ന ആളായാൽ പോലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാകും മൃതദേഹം സംസ്കരിക്കുക. PPE കിറ്റ് അടക്കമുള്ള സുരക്ഷാ വസ്ത്രങ്ങൾ അണിഞ്ഞ 3-4 ബന്ധുക്കളെയോ വോളണ്ടിയർമാരെയോ മാത്രമാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ള ബാഗിൽ സ്പർശിക്കാനും ശ്മശാനത്തിലേക്കും മറ്റും കൊണ്ടുപോകാനും അനുവദിക്കുക. സംസ്കാര ചടങ്ങുകളിൽ 20 പേർക്ക് മാത്രമാണ് അനുമതിയുള്ളത്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചുള്ള അതിഥി തൊഴിലാളികളുടെ ഒത്തുചേരലിനും ഒരു മാറ്റവുമില്ല. കഴിഞ്ഞ ദിവസവും ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തി വാർത്ത നൽകിയെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായില്ല. കൂട്ടമായി എത്തിയ തൊഴിലാളികളെ വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിലാണ് പിന്നീട് തിരിച്ചയച്ചത്. തിരൂർ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് അതിഥി തൊഴിലാളികൾ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് കൂട്ടമായി എത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് ദൃശ്യങ്ങളുടെ വാർത്ത നൽകിയത്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു നടപടിക്ക് അധികൃതർ തയ്യാറായില്ല. പതിവ് പോലെ തന്നെ ഈ കാഴ്ച വീണ്ടും കാണാനായി. കഴിഞ്ഞ ദിവസത്തെക്കാളും കൂടുതൽ തൊഴിലാളികളാണ് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചെത്തിയത്.
കൊച്ചുകുട്ടികളെയുമായി കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് കൂട്ടമായി എത്തുന്നത് വലിയ ആശങ്ക തന്നെയാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദൃശ്യങ്ങളടക്കം വാർത്ത നൽകിയിട്ടും ഇക്കാര്യത്തിൽ പ്രതികരിക്കാതിരുന്നതും വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി. ഇന്നലെ നമ്മൾ ഈ ദൃശ്യമാധ്യമത്തിലൂടെ കണ്ടു, തിരൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ തൊഴിലന്വേഷിച്ചിട്ട് പരന്ന് നടക്കുന്ന ഒരവസ്ഥ. ഈ ട്രിപ്പിൾ ലോക്ക്ഡൗൺ സമയത്ത് പോലും കോവിഡിൻ്റെ ഒരു മാനദണ്ഡം പോലും പാലിക്കാതെ അവർ സിസർ വലിക്കുന്നു, മാസ്ക് ഊരി അവർ ജോലി തേടി ബസ് സ്റ്റാൻഡിൽ അലയുന്നൊരവസ്ഥ. നമുക്കറിയാം, നിർമ്മാണ മേഖല ഈ സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ തൊഴിൽ തേടി വരുന്നത് ഏറ്റവും വലിയ ഒരു അനാസ്ഥയാണ്. അതും നമ്മുടെ തിരൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ. ഇന്ന് അതിൻ്റെ ബാക്കി പത്രം എന്താണെന്ന് അറിയാൻ വേണ്ടി കാലത്ത് ഞങ്ങൾ 6:30 മണിക്ക് ഇന്ന് ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ അതിൽ കൂടുതൽ രൂക്ഷമായ രൂപത്തിലാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ ബസ് സ്റ്റാൻഡിൽ തൊഴിൽ തേടി നടക്കുന്നത് കാണാൻ കഴിഞ്ഞത്. അവിടേക്ക് ചായ കൊടുക്കാൻ വേണ്ടി വണ്ടികളിൽ ചായ ഇട്ട ആളുണ്ട്, മാസ്ക് ഇല്ല, സിസർ വലിച്ച് യഥേഷ്ടം ഈ കോവിഡിൻ്റെ ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇവിടെ തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നൊരവസ്ഥ. കാരണം ഇത് മുനിസിപ്പൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ശരിക്ക് ഈ ക്വാർട്ടേഴ്സിൻ്റെ ഓണർമാരെ വിളിച്ച് ഇങ്ങനെ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളുടെ ഓണർമാർക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ തൊഴിലാളികൾ തൊഴിൽ തേടി ഈ ബസ് സ്റ്റാൻഡിൽ വരികയുണ്ടാവില്ല. അപ്പോൾ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റുള്ള ഈ കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനോട് നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥർ നമ്മൾ ഈ ബസ് സ്റ്റാൻഡിൽ ഇന്ന് കാലത്ത് കാണാൻ കഴിഞ്ഞില്ല. ഇതിനിടെയാണ് വാർഡ് കൗൺസിലർ കൂടിയായ സതീഷ് മാവുംകുന്നും RRT അംഗങ്ങളായ മൊയ്തുഷ, അഷ്കർ, KK റിയാസ്, ഖാദർ കോരങ്ങത്ത്, സലീം എന്നിവരും ചേർന്ന് വളരെ പണിപ്പെട്ട ഇവരെ മടക്കി അയച്ചത്. ഇതിനിടെ ഇക്കൂട്ടത്തിലുള്ള ഒരാൾ സൈക്കിളിലെത്തി ചായക്കച്ചവടം നടത്തുന്നുണ്ട്. അതിനിടെ മൂക്കിൻ തുമ്പിൽ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഈ പരസ്യ കോവിഡ് പ്രോട്ടോകോൾ ലംഘനം ഇനിയും കണ്ടില്ലെന്ന് നടിച്ചാൽ തിരൂർ നഗരം നാളെ കനത്ത വില നൽകേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ മുനിസിപ്പാലിറ്റിയിൽ ഇന്നലെ 704 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും കോവിഡ് കേസ് കുറവുള്ള 2 വാർഡാണ്. ഒന്ന് ഈ മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡ് നിൽക്കുന്ന ഈ വാർഡും തൊട്ട് ഈ ബസ് സ്റ്റാൻഡിൻ്റെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ കാണുന്ന 16-ാം വാർഡും. ഈ 2 വാർഡിലാണ് മുനിസിപ്പാലിറ്റി ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ കുറവായിട്ടുള്ളത്. ഈ അനാസ്ഥ തുടർന്ന് പോയാൽ തിരൂർ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുള്ള 2 വാർഡുകളായി ഈ 16-ാം വാർഡും 15-ാം വാർഡും മാറും. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. PK അബ്ദുറബിനെതിരെ നടപടി ആവശ്യപ്പെട്ട യൂത്ത് ലീഗ് രംഗത്ത്. പാർട്ടിക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ച അബ്ദുറബിനെതിരെ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ട് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന് കത്തയച്ചു. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാർട്ടി നേതൃത്വത്തെ കുറ്റപ്പെടുത്തി അബ്ദുറബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു ശേഷം പാർട്ടി നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് PK അബ്ദുറബ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇത് വൻ വിവാദമാണ് സൃഷ്ടിച്ചത്. തോൽവിയുടെ ഉത്തരവാദിത്തം പാർട്ടി നേതൃത്വത്തിനും PK കുഞ്ഞാലിക്കുട്ടിക്കുമാണെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. ലീഗ് നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ച മുൻ മന്ത്രി PK അബ്ദുറബിനെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ ചെറിയ തിരിച്ചടിയുടെ പേരിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അബ്ദുറബ് നടത്തിയ വിമർശനം അംഗീകരിക്കാനാകില്ലെന്നും യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ അബ്ദുറബിനെതിരെ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന് യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റി കത്തയച്ചിട്ടുള്ളത്. ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി UA റസാഖ് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന PM സലാമിന് കത്തയച്ചിരിക്കുകയാണ്. 30 വർഷം ലീഗ് MLA-യും 5 വർഷം മന്ത്രിയുമായിരുന്ന അബ്ദുറബ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടതിനു ശേഷം നടത്തിയ അഭിപ്രായ പ്രകടനം പ്രതിഷേധാർഹമാണെന്നാണ് യൂത്ത് ലീഗിന്റെ നിലപാട്. ട്രിപ്പിൾ പോട്ട് തിരൂരിൽ CITP ഫർഷാദിന്റെ നേതൃത്വത്തിൽ വാഹന പരിശോധന നടത്തി. 100-ലധികം വാഹനങ്ങൾക്കെതിരെ പിഴ ചുമത്തി. തുടർ ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് പോലീസ്. കോവിഡ് വ്യാപനം രൂക്ഷമായി വർദ്ധിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ ഉൾപ്പെടെ ഏർപ്പെടുത്തിയ ട്രിപ്പിൾ ലോക്ക്ഡൌണിന്റെ 2ാം ദിവസവും വാഹന പരിശോധന കർശനമാക്കി തിരൂർ പോലീസ്. താഴെപ്പാലം, പയ്യനങ്ങാടി, BP അങ്ങാടി, പരിയാപുരം, ആലത്തിയൂർ, മംഗലം ഭാഗങ്ങളിൽ വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. CITP ഫർഷാദിന്റെ നേതൃത്വത്തിൽ പയ്യനങ്ങാടിയിൽ വാഹന പരിശോധന രാവിലെ 10 മണിയോടെ ആരംഭിച്ചു. അനാവശ്യ യാത്രക്കിറങ്ങിയ 100-ലധികം വാഹനങ്ങൾ മണിക്കൂറുകൾക്കകം പിടിച്ചിട്ടുണ്ട്. തിരൂർ നഗരസഭാ പരിധിയിൽ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ പോലും അടഞ്ഞിരിക്കുകയാണ്. 700-ലധികം കോവിഡ് ബാധിതരാണ് നിലവിൽ നഗരസഭാ പരിധിയിലുള്ളത്.
തിരൂരിൽ കോവിഡ് വാക്സിനേഷൻ പുനരാരംഭിച്ചു. ജില്ലാ ആശുപത്രിയിൽ നൽകി വന്നിരുന്ന വാക്സിനേഷനാണ് തിരൂർ ടൗൺ ഹാളിൽ പുനരാരംഭിച്ചത്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് വാക്സിൻ നൽകുന്നത്. തിരൂർ ജില്ലാ ആശുപത്രിയിൽ നൽകി വന്നിരുന്ന കോവിഡ് വാക്സിൻ തിരൂർ വാഗൺട്രാജലി ടൗൺ ഹാളിൽ ഇന്നു മുതൽ പുനരാരംഭിച്ചു. രാവിലെ 9 മണിയോടെയാണ് വാക്സിൻ ആരംഭിച്ചത്. ഉച്ചയ്ക്ക് 1 മണിവരെ 150 പേർക്ക് വാക്സിൻ നൽകാൻ കഴിയുമെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയത്. തിരക്കൊഴിവാക്കാൻ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തതിന് പുറമെ ടോക്കൺ പ്രകാരമാണ് വാക്സിനേഷൻ നൽകുന്നത്. ജില്ലാ ആശുപത്രിയിൽ മുമ്പ് നടന്നിരുന്ന വാക്സിനേഷൻ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെയാണെന്നുള്ള പരാതിയോടെയാണ് ടൗൺ ഹാളിലേക്ക് മാറ്റിയത്. തിരൂർക്കാർക്ക് പുറമെ കുറ്റിപ്പുറം, ചെമ്മാട്, ചേളാരി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ വാക്സിനേഷന് വേണ്ടി ഇവിടെ എത്തുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി നഗരസഭയ്ക്ക് വാഹനം കൈമാറി. നഗരസഭാ പരിസരത്ത് ചെയർപേഴ്സൺ AP നസീമ ഫ്ലാഗ് ഓഫ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് തിരൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കെയർ ക്യാമ്പയിന്റെ ഭാഗമായി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി തിരൂർ നഗരസഭയ്ക്ക് വാഹനം വിട്ടു നൽകി. തിരൂർ നഗരസഭയ്ക്ക് വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യൂത്ത് കെയർ എന്ന യുവസംഘടന നമ്മുടെ തിരൂർ നഗരസഭയ്ക്ക് നമ്മുടെ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തിരൂർ നഗരസഭയുടെ ഹെൽപ്പ് ഡെസ്കിനെ സഹായിക്കുന്നതിന് വേണ്ടി അവരുടെ ഒരു വാഹനം തന്നെ വിട്ടു തന്നിരിക്കുകയാണ്. ഇത് എല്ലാ സന്നദ്ധ സംഘടനകൾക്കും മാതൃകയാക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ്. നഗരസഭാ പരിസരത്ത് ചെയർപേഴ്സൺ AP നസീമ ഫ്ലാഗ് ഓഫ് ചെയ്തു. വൈസ് ചെയർമാൻ P രാമൻകുട്ടി, യാസർ പയ്യോളി, ജംഷീർ പാറയിൽ, റിഷാദ് വെളിയമ്പാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. യുവത മഹാമാരിയിൽ തിരൂർ നഗരസഭയോടൊപ്പം അണിചേർന്നിരിക്കുന്നു. യൂത്ത് കെയറിൻ്റെ ആഭിമുഖ്യത്തിൽ നഗരസഭയുടെ പ്രവർത്തനത്തിന് വേണ്ടി ചെയർപേഴ്സന് കൈമാറിയ ഈ വാഹനവും അതിലെ ഡ്രൈവറും എല്ലാ സമയവും ഇവിടുത്തെ നഗരസഭയിലെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട വാഹന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വിട്ടു നൽകിയ അതിൻ്റെ നേതൃത്വത്തെയും പ്രവർത്തകരെയും ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. കടകൾ തുറക്കുന്നതിൽ ആശങ്ക. വ്യാപാരി നേതാക്കൾ CIയുമായി ചർച്ച നടത്തി. തിരൂർ, തലക്കാട് പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഇന്ന് കടകൾ അടഞ്ഞു കിടന്നപ്പോൾ ചില പഞ്ചായത്തുകളിൽ കടകൾ തുറന്നിരുന്നു. കടകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം അതാത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തീരുമാനിക്കാമെന്നാണ് പോലീസ് പറയുന്നത്. കോവിഡ് വ്യാപനം തടയുന്നതിനായി പരമാവധി മുഴുവൻ കച്ചവടക്കാരും സഹകരിക്കണമെന്ന് വ്യാപാരി വ്യവസായ സമിതി തിരൂർ ഏരിയ സെക്രട്ടറി KK ജാഫർ പറഞ്ഞു. തിരൂരിലെ പരിസര പ്രദേശങ്ങളിലും ഒന്നിടവിട്ട ദിവസങ്ങളിൽ കടകൾ തുറക്കാൻ ആണ് തീരുമാനിക്കുകയുണ്ടായി. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വന്നുകൊണ്ടുള്ള ഈ മഹാമാരിക്കെതിരെ നമ്മളെല്ലാവരും ഒരുമിച്ച്, വ്യാപാരികളും ഉദ്യോഗസ്ഥരും എല്ലാവരും ഒരുമിച്ച് ഈ മഹാമാരിയെ ഇവിടുന്ന് തുരത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കടകൾ തുറക്കുക എന്നുള്ളത് CI സാറുടെ ഉദ്ദേശത്തോട് നമ്മൾ യോജിക്കുകയുണ്ടായത്. അത് നമുക്കെല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. നമുക്കെല്ലാവർക്കും ഗുണം ചെയ്യും. അതിനനുസരിച്ചാണ് നമ്മൾ CI സാറ് വിളിച്ചപ്പോഴും അദ്ദേഹത്തോട് സംസാരിക്കുന്നതിനായ സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നത് വ്യാപനം കുറക്കുകയാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. അതിന് നാം എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ യജ്ഞത്തിൽ പങ്കാളികളാവുകയാണ്. അതിന് വ്യാപാരി വ്യവസായ സമിതിയും ഇതിനോടൊപ്പം അനുകൂലിക്കുകയുണ്ടായി എന്ന് മാത്രം ഈ പരിപാടിയിൽ ഈ സാഹചര്യത്തിൽ പറയുകയാണ്. CITV ഫർഷാദുമായി ചർച്ച നടത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകർ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ട്രിപ്പിൾ ലോക്ക്ഡൌണിൽ മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി ജില്ലയിൽ കടകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അധികാരം കൊടുത്ത് പോലീസിനും തലവേദനയായി. പല പഞ്ചായത്തുകളിലെയും തീരുമാനം പോലീസിനെ വൈകിയാണ് അറിയിച്ചത്. ഒരു ഇടവേള. ജില്ലയിലെ മഴക്കെടുതിയെക്കുറിച്ച് പഠിക്കുന്നതിനായി ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി ആദ്യ യോഗം ചേർന്നു. മഴക്കെടുതി, കോവിഡ് 2ാം തരംഗം എന്നിവ നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. ET മുഹമ്മദ് ബഷീർ MP അധ്യക്ഷതയിലാണ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നത്. മലപ്പുറം ജില്ലയിലെ കോവിഡ് 2ാം തരംഗം, മഴക്കെടുതികൾ എന്നിവ നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായാണ് ജില്ലാതല കോഓർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയായ ദിശയുടെ ഈ വർഷത്തെ ആദ്യ യോഗം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നത്. കോവിഡ് ചികിത്സാ സൗകര്യങ്ങൾ, ഓക്സിജൻ ലഭ്യത എന്നിവയെല്ലാം യോഗത്തിൽ ചർച്ചയായി. പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഓരോ താലൂക്കിലും ഓരോ ഹോസ്പിറ്റലുകൾ വീതം നാഷണൽ ഹെൽത്ത് മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് മികവിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. CSLTC ആയി പ്രവർത്തിക്കുന്ന ബ്ലോക്ക് തല CHCകളിൽ 100 വീതം ഓക്സിജൻ
സിലിണ്ടർ ലഭ്യമാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകി. അവധിക്ക് നാട്ടിലെത്തിയ പ്രവാസികൾക്ക് മുൻഗണനാടിസ്ഥാനത്തിൽ വാക്സിൻ എടുക്കാൻ അനുമതിക്കായി സർക്കാരിനോട് ആവശ്യപ്പെടും. വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ നിന്നും ഇവരുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ പാസ്പോർട്ട് നമ്പർ രേഖപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തി നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറോട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും അധികം ജനസംഖ്യയും രോഗികളുമുള്ള മലപ്പുറം ജില്ലയെ മുൻഗണനാക്രമത്തിൽ ഉൾപ്പെടുത്തി PM കെയർ ഫണ്ടിൽ നിന്നും കൂടുതൽ തുകയും സൗകര്യങ്ങളും അനുവദിക്കുന്നതിന് സർക്കാരിനോട് അപേക്ഷിക്കാൻ യോഗം തീരുമാനിച്ചു. കടലാക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിൽ കടൽഭിത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ കടൽഭിത്തി കെട്ടുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും നിലവിലുള്ള പ്രവൃത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുന്നതിനും ഇറിഗേഷൻ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. പൊന്നാനിയിൽ 4 കോടി രൂപയുടെ നെല്ല് കർഷകർ പാടത്ത് ഉപേക്ഷിച്ചു. പൊന്നാനി കോൾ മേഖലയിലെ 17 കോൾപ്പാടങ്ങളിലായി കൊയ്യാറായ 763 ഏക്കർ നെൽകൃഷിയാണ് കനത്ത മഴയിൽ വെള്ളം കയറി നശിച്ചത്. തുടർച്ചയായ മഴയിൽ പാടം മുങ്ങിയതോടെയാണ് കർഷകർ നെല്ല് പാടത്ത് ഉപേക്ഷിച്ചത്. കൊയ്യാറായ നെൽകൃഷി തുടർച്ചയായ മഴയിൽ പാടെ മുങ്ങിയതോടെയാണ് കർഷകർ നെല്ല് പാടത്തുപേക്ഷിച്ചത്. ഏക്കറിന് 2250 രൂപ വരെ വരുമാനം ലഭിക്കുന്ന 1526 ടൺ നെല്ലാണ് വെള്ളക്കെട്ടിൽ ഉപേക്ഷിച്ചത്. കൊയ്ത്ത് മെഷീൻ എത്തിച്ച് നെല്ല് കൊയ്യാൻ കാത്തിരിക്കുമ്പോഴാണ് കർഷകരെ ദുഃഖത്തിലാഴ്ത്തി മഴ കനത്തത്. ശക്തമായ മഴയിൽ പാടശേഖരങ്ങളിൽ ദിവസവും വെള്ളക്കെട്ട് കൂടുതലായതോടെ മുള പൊട്ടി നശിക്കുകയും കൊയ്തെടുക്കാൻ കഴിയാതെ വരികയും ചെയ്തതോടെയാണ് കോടികൾ വില വരുന്ന നെല്ല് ഉപേക്ഷിക്കാൻ പൊന്നാനി കോളിലെ കർഷകർ തീരുമാനിച്ചതെന്ന് പൊന്നാനി കോൾ സംരക്ഷണ സമിതി സെക്രട്ടറി KA ജയാനന്ദൻ പറഞ്ഞു. തുടർച്ചയായിട്ടുള്ള മഴയിൽ ഇപ്പോൾ പൊന്നാനി കോൾ മേഖലയിൽ അറിവിൽ ഒരു 800 ഏക്കറോളം കൃഷി നശിക്കുകയാണ്. ഇതിപ്പോൾ ഈ പരുവത്തിലെത്തിക്കഴിഞ്ഞാൽ സർക്കാർ അടിയന്തരമായിട്ട് ഇതിലേക്കൊരു ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ ഞങ്ങളിത് ഇട്ട് എറിഞ്ഞ് പോരേണ്ടി വരും. ഇവിടുന്ന് കടം പഠിച്ചിട്ടും പലിശയ്ക്ക് എടുത്തിട്ടൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഈ പരുവത്തിലായി ഇപ്പോൾ അരിഞ്ഞെടുക്കാറായ നെല്ലാണ് ഇപ്പോൾ ഈ എത്തിയുള്ളത്. സപ്ലൈകോക്ക് നൽകാനുള്ള കൃഷി നശിച്ച കർഷകർക്ക് വേഗത്തിൽ നഷ്ടപരിഹാരം വിതരണം ചെയ്യാൻ സർക്കാർ നടപടി ഉണ്ടാകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. കോവിഡ് രോഗികൾക്ക് തുണയായി കൂട്ടായി SHM UP സ്കൂളും സ്കൂളിലെ അധ്യാപക കൂട്ടായ്മയാണ് മംഗലം ഗ്രാമപഞ്ചായത്തിലെ കോവിഡ് ബാധിതർക്ക് ഓക്സിജൻ സിലിണ്ടർ നൽകിയത്. കോവിഡ് 2ാം തരംഗത്തിൽ ഓക്സിജൻ സിലിണ്ടറുകളുടെ ക്ഷാമം തിരിച്ചറിഞ്ഞ രോഗികൾക്ക് ഓക്സിജൻ സിലിണ്ടർ നൽകി ആശ്വാസമേകുകയാണ് കൂട്ടായി SHM UP സ്കൂളിലെ അധ്യാപക കൂട്ടായ്മ. മംഗലം ഗ്രാമപഞ്ചായത്തിലെ രോഗികൾക്കായി ഓക്സിജൻ സിലിണ്ടറാണ് കൈമാറിയത്. കോവിഡിന്റെ 1ാം ഘട്ടത്തിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു നൽകി സ്കൂൾ മാതൃകയായിരുന്നു. പ്രഥമാധ്യാപകൻ CK ജോണിൽ നിന്നും മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി, കൂട്ടായി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുൽത്താൻ എന്നിവർ സിലിണ്ടർ ഏറ്റുവാങ്ങി. ഓക്സിജൻ്റെ ലഭ്യത കുറവ് മൂലം പല ആളുകളും നമുക്ക് ശരിയായ ചികിത്സ ലഭിക്കാതെ അല്ലെങ്കിൽ അത് വരുന്ന സമയത്തേക്കെങ്കിലും അത് പിടിച്ചു നിർത്താനാകാതെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ. ഈ അവസരത്തിലാണ് ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകേതര ജീവനക്കാരെല്ലാവരും കൂടി ഒരു ഓക്സിജൻ സിലിണ്ടർ ഈ സെൻ്ററുകളിൽ ലഭ്യമാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചത്. അപ്പോൾ അടുത്ത ദിവസം തന്നെ അത് വാങ്ങി മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കുഞ്ഞുട്ടി അവർക്ക് നൽകിയുണ്ടായി. PTA പ്രസിഡന്റ് CP മുജീബ്, വാർഡ് മെമ്പർ CM റംല ടീച്ചർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT റാഫി മാസ്റ്റർ, R മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സംബന്ധിച്ചു. വാളമരത്തൂർ മഹല്ല് മുൻ സെക്രട്ടറിയും പൗരപ്രമുഖനുമായ മീനടത്തൂർ കുഞ്ഞാറു എന്ന കുഞ്ഞിബാപ്പു ഹാജി നിര്യാതനായി. 67 വയസ്സായിരുന്നു. മുളന്തല ഫാത്തിമയാണ് ഭാര്യ. ഉമർ ഫാറൂഖ്, കുഞ്ഞിമൂസ, മൊയ്തീൻ കുട്ടി, മുനീർ, ജംഷീറ എന്നിവർ മക്കളാണ്. തൃപ്രങ്ങോട് ആനപ്പടി പരേതനായ പുല്ലത്ത് സൈദൽവി ഹാജിയുടെ മകനും ബിപിങ്ങാടിയിലെ ന്യൂ ട്വിൻസ് ഫർണിച്ചർ ഉടമയുമായ കാസിം നിര്യാതനായി. 43 വയസ്സായിരുന്നു. പരേതയായ ഫാത്തിമ അജ്മയാണ് മാതാവ്. ഹാജറ കൈനിക്കരയാണ് ഭാര്യ. ആദില ഷെറിൻ, ഹസ്ന, മുഹമ്മദ് ഷിബിലി, മുഹമ്മദ് ഷാദുലി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയുടെ പ്രതിനിധിയായി വി അബ്ദുറഹ്മാൻ മന്ത്രിസഭയിലേക്ക്. താനൂർ മണ്ഡലത്തിൽ നിന്നും 2ാം തവണയും ചരിത്ര വിജയം നേടിയാണ് വി അബ്ദുറഹ്മാൻ നിയമസഭയിലേക്ക് എത്തുന്നത്. താനൂരിന് ഇത് ചരിത്ര നിമിഷം. അർഹതയ്ക്കുള്ള അംഗീകാരമാണ് ഇടതുപക്ഷം നൽകിയതെന്ന് CPM ജില്ലാ സെക്രട്ടറി അംഗം EJ. സംസ്ഥാനത്ത് രോഗികളെക്കാൾ കൂടുതൽ രോഗമുക്തർ. കോവിഡ് പ്രതിദിന കണക്കിൽ നേരിയ വർധന. 31,337 പേർക്ക് രോഗം. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 1,34,553 സാമ്പിളുകൾ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 23.29%. ജില്ലയിൽ 4,320 പുതിയ രോഗികൾ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 32.23%. PK അബ്ദുറബിനെതിരെ നടപടി ആവശ്യപ്പെട്ട യൂത്ത് ലീഗ് രംഗത്ത്. പാർട്ടിക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ച അബ്ദുറബിനെതിരെ അച്ചടക്ക നടപടി വേണമെന്ന ആവശ്യം.
തിരുരങ്ങാടി മണ്ഡലം കമ്മിറ്റി PMA സലാമിന് കത്തയച്ചു. ട്രിപ്പിൾ പൂട്ടിൽ പരിശോധന കർശനമാക്കി പോലീസ്. താനൂർ DYSP MI ഷാജിയുടെ നേതൃത്വത്തിൽ താനൂരിൽ വാഹന പരിശോധന നടത്തി. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.